നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്കെത്തിയത്. കരുനാഗപ്പള്ളിയിൽ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഒരു ഗുണ്ടയെ അതുൽ എന്ന് പേരുള്ള അലുവ അതുൽ എന്ന് വിളിക്കുന്ന ഒരു ഗുണ്ടയെ അതിനിഷ്ഠൂരമായി പരസ്യമായി നടു റോഡിലിട്ട് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്താണ് നമ്മുടെ നാടിന് പറ്റിയത്? ഈ നിലയിൽ പട്ടപ്പകല ആളുകൾ നോക്കി നിൽക്കെ ഒരു മനുഷ്യനെ വിറക് വെട്ടി കഷ്ണമാക്കുന്നത് പോലെ വെട്ടിയും നുറുക്കിയും കൊല്ലുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ട അതുൽ ഒരു അറിയപ്പെടുന്ന ഗുണ്ടയാണ്, ക്രൂരനായ ഒരു ഗുണ്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അച്ഛൻ്റെ അലുവ കച്ചവടത്തിലൂടെ അലുവ അതുൽ എന്ന പേര് ഈ ഗുണ്ടാ നേതാവായ അതുലിന് വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാസങ്ങളായി നടക്കുന്ന വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് അതുലിനെ ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. ജിം സന്തോഷ് വധക്കേസിൽ അതുൽ പ്രതിയാണ്, അതിലൊന്നാം പ്രതിയാണ്. പക്ഷേ സന്തോഷിനെ വധിച്ച കേസിലല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ കൊലപാതകം എന്നുള്ളതാണ്. അനീർ എന്ന് പറയുന്ന മറ്റൊരാളെയും സന്തോഷിനെ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം കൈകാര്യം ചെയ്യാൻ അതുലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനമെടുത്തിരുന്നു. ആ അനീറിനെ സന്തോഷിനെ വധിച്ചതിന് ശേഷം അനീറിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു അതുലിൻ്റെ നേതൃത്വത്തിൽ. ആ അനീറിന് സന്തോഷിനുണ്ടായിട്ടുള്ള അതുലിനോടുണ്ടായിട്ടുള്ള പകയും അതുപോലെ തന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർ വാട എന്ന നിലയിൽ റീൽസുകളിട്ട് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ അതിൽ പ്രകോപിതരായിട്ടാണ് പ്രതികൾ ഇപ്പോൾ ഈ നിലയിൽ പരസ്യമായി വെട്ടിക്കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി പുതിയ കാവിലെ പെട്രോൾ പമ്പിന് മുമ്പിലെ CCTV ക്യാമറകൾക്ക് മുമ്പിലിട്ട് അതുലിനെ തുരുതുരാ വെട്ടിയത് കലിയടങ്ങും വരെയായിരുന്നു. കൊലയാളി സംഘം വിരിച്ച വലയിൽ കുരുങ്ങിയ അതുൽ മരിച്ചുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മടങ്ങിയത്. സംഭവ സമയം അതുലിനൊപ്പം കാറിലുണ്ടായിരുന്ന ജിം സന്തോഷ് വധക്കേസിലെ മറ്റൊരു കൂട്ടുപ്രതി കുട്ടു എന്ന് പറയുന്ന മനുവിനും ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കടത്തൂർ സംഘം എന്ന നിഗമനത്തിലാണ് പോലീസ്. 4 പേരടങ്ങുന്ന സംഘമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞതെങ്കിലും ഏകദേശം 8ഓളം പേര്, അനീറിൻ്റെ നേതൃത്വത്തിലുള്ള 8ഓളം പേര് ഈ കേസിൽ ഇപ്പോൾ പിടിയിലാക്കപ്പെട്ടിട്ടുണ്ട്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തി മടങ്ങും വഴി 2 പേരെ അലുവ അതുലും സംഘവും ആക്രമിച്ചിരുന്നു. അത് അനീർ എന്ന് പറയുന്ന അനീറിനെയായിരുന്നു അന്ന് ആക്രമിച്ചത്. ആ അനീറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണിപ്പോൾ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി പുതിയകാവിലെ പെട്രോൾ പമ്പിന് സമീപമാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. ജിം സന്തോഷ് വധക്കേസിലെ കൂട്ടുപ്രതി കുക്കു എന്ന് വിളിക്കുന്ന മനുവും അലുവ അതുലിനൊപ്പം കാറിലുണ്ടായിരുന്നു. മനു ആണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ കൈക്ക് വെട്ടേറ്റു. ഇയാളെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി 2 പേരും സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുകയായിരുന്നു. അലുവ അതുലിനെ കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് കുറ്റവാളികൾ എത്തിയത് എന്നുള്ളതാണ് നിഗമനം. 2024 ജിം സന്തോഷ് എന്ന ഗുണ്ട നേതാവ് പങ്കജ് മേനോൻ എന്ന കൊട്ടേഷൻ ആൻഡ് മയക്കുമരുന്ന് ഇടപാടുള്ള ആളെ റോഡിലിട്ട് കുത്തി. അതിന് ജയിലിൽ പോയി. അവർ തമ്മിൽ പണ്ട് ഫ്രണ്ട്സായിരുന്നു എന്ന് പറയുന്നു. അതിനിടയിൽ കരുനാഗപ്പള്ളിയുള്ള ഒരു ഫാം ഉടമയും ജിം സന്തോഷും പല കാരണങ്ങളാൽ ഉടക്കി. ഈ ജിം സന്തോഷിനെ തീർക്കാൻ ഫാം ഉടമ കൊട്ടേഷൻ തപ്പി നടക്കുന്നു. ആൾ റെഡി തന്നെ. കുത്തിയ പകയുള്ള പങ്കജ് മേനോൻ ആ കൊട്ടേഷൻ എടുക്കുന്നു. ശേഷം പങ്കജ് മേനോൻ ആ കൊട്ടേഷൻ അലുവ അതുലിന് നൽകുന്നു. അപ്പോൾ പങ്കജ് മേനോനും സന്തോഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു. എന്നാൽ പങ്കജ് മേനോൻ അതിന് പകരം വീട്ടാൻ നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ഫാം ഉടമക്ക് സന്തോഷുമായി ചില പ്രശ്നങ്ങളുണ്ടാവുന്നത്. അങ്ങനെ ഫാം ഉടമ പങ്കജ് മേനോന് ഈ കൊട്ടേഷൻ കൊടുക്കുന്നു. പങ്കജ് മേനോൻ ആ കൊട്ടേഷൻ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട അതുലിന് കൊടുക്കുന്നു. അങ്ങനെ അതുൽ ആ കൊട്ടേഷൻ എടുത്ത് ജിം സന്തോഷിനെ പട്ടാപ്പകല് പാതിരാക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു. വെട്ടിയും കുത്തിയും അവർ രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് മരണപ്പെട്ടിരുന്നില്ല സന്തോഷ്. പിന്നീട് സന്തോഷ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് തന്നെ ഇങ്ങനെ വെട്ടിയിരിക്കുന്നു എന്ന് വരാൻ പറഞ്ഞു. സുഹൃത്തുക്കൾ എത്തുമ്പോഴേക്കും നിഷ്ഠൂരമായ അക്രമമായിരുന്നത് കൊണ്ട് തന്നെ രക്തം വാർന്നുകൊണ്ട് സന്തോഷ് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ അതുൽ അതിക്രൂരനായിരുന്നു. എതിരാളികളുടെ മുട്ട് തല്ലിയൊടിക്കുക എന്നുള്ളതാണ് ഈ അതുലിൻ്റെ പ്രധാനപ്പെട്ട ഹോബി. മദ്യവും മയക്കുമരുന്നും അതുൽ ഉപയോഗിക്കാറില്ല. പകരം ചോര കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലഹരി എന്നാണ് പറയുന്നത്.
എതിരാളികളുടെ കാലിന് വെട്ടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ കരുനാഗപ്പള്ളിയിലെ കൊലക്കേസ് പ്രതി ആലുവാതിലിനെ നടു റോഡിൽ ക്രൂരമായി വെട്ടിക്കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റു ചില വിവരങ്ങളും വരുന്നുണ്ട്. അക്രമികൾ അതുലുവിൻ്റെ തല വെട്ടിപ്പിളർന്നു. കാലിന് 4 വെട്ടാണേറ്റത്. അതിൽ എഴുന്നേറ്റ് ഓടാതിരിക്കാനായി ഇടുപ്പിനാണ് വെട്ടിയത്. കാറിനുള്ളിൽ നിന്ന് വലിച്ചു പുറത്തിടാനുള്ള ശ്രമത്തിനിടെ കാർ സ്റ്റിയറിംഗിൽ കുടുങ്ങി. ആ കാൽ വെട്ടിമാറ്റിയാണ് അതുലിനെ പുറത്തിറക്കിയത്. എന്നെ കൊല്ലരുത്, എല്ലാം പറഞ്ഞു തീർക്കാം എന്നപേക്ഷിച്ചിട്ടും വെട്ടിക്കൊല്ലുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. ആ സംഘമാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കൊലപാതകം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. അങ്ങനെ സൂചനയുണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒപ്പിടാൻ വിളിക്കുന്ന കാര്യത്തിൽ പോലീസ് ഒരു പുനർവിചിന്തനം നടത്തിയതായിരുന്നു. ഏതായാലും വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരാളെ കൊലപ്പെടുത്തിയവൻ ഇന്ന് മറ്റൊരാളെ കൊല ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇവനെ കൊലപ്പെടുത്തിയവനും നാളെ ഈ നിലയിൽ തന്നെ നിഷ്ഠൂരമായി ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൽ അതുലിനെ വെട്ടിക്കൊന്ന പ്രതികളിൽ പലരും ഇതുപോലത്തെയുള്ള വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ആളുകളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനും പോലീസിനും നാട്ടിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയട്ടെ. നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യവികാരത്തിനും സമാധാനത്തിനും ഭംഗം വരുത്തുന്നതാണ് പട്ടാപ്പകൽ പരസ്യമായി ഈ നിലയിൽ കൊല ചെയ്യപ്പെടുന്നത്. അതാരായാലും എന്തിൻ്റെ പേരിലായാലും അത് ഏത് ഗുണ്ടയായാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.